ഹായ്, ഞാൻ നിങ്ങളോട് എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ വരികയാണ്. അപ്പോൾ ഞാൻ 2023 പറഞ്ഞു വരാം. 2023 ഞാൻ കേരളത്തിൽ നിന്ന് ഗുജറാത്തിലേക്ക് വണ്ടി കയറിയത്. അപ്പോൾ 2023 ഏപ്രിൽ 10 വൈകിട്ട് 4:30 ട്രെയിനാണ് ഞാൻ ആദ്യമായി കേരളം വിട്ടു പോകുന്നത്. കേരളം വിട്ട് പോരുന്നതെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ജില്ല വിട്ടുപോലും പോയിട്ടില്ലാത്ത ഒരാളാണ്. ആലപ്പുഴ ജില്ല വിട്ടുപോലും അങ്ങനെ പുറത്ത് പോയിട്ടില്ലാത്ത ഒരാളാണ്. ഞാനാണ് കേരളം തന്നെ വിട്ട് ഗുജറാത്തിലേക്ക് വണ്ടി കയറിയത്. വണ്ടി കയറി ഇവിടെ വന്ന് ജോലിക്ക് കയറി ഒരു 6 മാസമായപ്പം 10 ദിവസത്തെ ലീവിന് ഞാൻ നാട്ടിലേക്ക് പോയി. അപ്പം അത്രയും കാലത്തിനിടയിൽ ഞാൻ അമ്മയും അച്ഛനെയും പിരിഞ്ഞ് അങ്ങനെ നിന്നിട്ടില്ല. അതാണ് 6 മാസം കഴിഞ്ഞപ്പം ഞാൻ നാട്ടിലേക്ക് പോയത്. അപ്പോൾ നാട്ടിൽ ചെന്നപ്പം അമ്മ വണ്ടി എവിടെ ഇങ്ങനെ ഇരിക്കുന്നു, സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. എൻ്റെ വണ്ടി മാസ്റ്ററോ. അപ്പം ഞാൻ വിചാരിച്ചു ഈ വണ്ടി അങ്ങ് കൊണ്ടുപോകാം, ഇവിടെ ഇരുന്ന് നശിച്ചു പോകത്തില്ല ഓടിക്കാതിരുന്ന. അച്ഛൻ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, അച്ഛൻ്റെ ഒരു സൈക്കിളുണ്ട്, അതെല്ലാം നടക്കും. അപ്പം ഞാനിത് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അന്വേഷിച്ചു ഈ വണ്ടി കൊണ്ടുപോകുന്നതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയൊക്കെ പറഞ്ഞു. അവരെല്ലാം പറഞ്ഞു തന്നു. കൊണ്ടുപോകുന്നതിൻ്റെ തലേദിവസം കൊണ്ടുവന്നാൽ മതിയെന്നും എല്ലാം പറഞ്ഞു. ഞാൻ പോകുന്ന ട്രെയിനിന് പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ വണ്ടി കൊണ്ടുവന്നു, റെയിൽവേ സ്റ്റേഷനിൽ കൊടുത്തു. വണ്ടിയുടെ ഫീസ് എല്ലാം കൂടി ഒരു 5000 രൂപയ്ക്കകത്തേ ആയുള്ളൂ കേട്ടോ. പാക്കിങ്ങും വണ്ടി ഇൻഷുർ ചെയ്തതും വണ്ടിയുടെ ഫീസും വണ്ടി ടിക്കറ്റും എല്ലാം കൂടെ 5000 രൂപയ്ക്കകത്തേ ആയുള്ളൂ. അങ്ങനെ വണ്ടി കയറ്റി ഞാൻ പോരുന്ന അതേ ട്രെയിനിൽ കൊണ്ടുവന്നു. വണ്ടി വാപ്പി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ട്രെയിൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ തന്നെ വണ്ടിയും വന്നു. ഞാൻ എൻ്റെ ലഗേജുകളെല്ലാം ഓട്ടോയിലും കയറ്റി വണ്ടി ഞാൻ ഓടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. കൊണ്ടുവരുന്ന വഴിമധ്യേ വണ്ടി അങ്ങ് കംപ്ലൈൻ്റായി. എൻ്റെ വണ്ടി അതായത് എൻ്റെ ബ്രേക്ക് ലൈനർ അങ്ങോട്ട് പൊട്ടിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ പുറകിന് വരുന്ന ഓട്ടോക്കാരൻ വണ്ടി കേടായത് അറിഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞ് ഒരു തരത്തിൽ വണ്ടി മൂവ് ആവുന്നില്ല. പുള്ളിക്കാരൻ പറഞ്ഞ് കയറി ഞാൻ ചവിട്ടാം, ആ വണ്ടി ഓടുന്ന കൂട്ടത്തിൽ എൻ്റെ വണ്ടി ഓടും. പുള്ളി അങ്ങനെ ചവിട്ടി ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ടൈം വൈകിട്ട് 6:30. അപ്പോൾ എനിക്ക് മനസ്സിൽ വെപ്രാളവും ഉണ്ട്. ആ ഓട്ടോക്കാരൻ നല്ലൊരു മനുഷ്യനായിരുന്നു, ബീഹാറിയായിരുന്നു അദ്ദേഹം കേട്ടോ. എന്നെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് അതിൻ്റെ ബ്രേക്ക് ലൈനർ പൊട്ടിയത് മാറി വന്നപ്പോഴത്തേന് മണി 8 അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഞാൻ താമസിക്കുന്ന എൻ്റെ ഹോസ്റ്റലിലെത്തിയപ്പോൾ മണി 9:30. ആ ഓട്ടോമാൻ നല്ലൊരു മനുഷ്യൻ, ഞാൻ ഇന്നും ആ മനുഷ്യനെ ഓർക്കുന്നുണ്ട്. എത്തിച്ച് ഞാൻ എനിക്ക് അവിടെ നിന്ന് ഇവിടെ എത്തുന്നതിന് 1300 രൂപ മതി ഓട്ടോക്കൂലി. ഞാൻ അന്നേരം 1500 അദ്ദേഹത്തിന് 200 രൂപ കൂടുതൽ കൊടുത്തു. കാരണം അത്രയും ടൈം എനിക്ക് വേണ്ടി ആ വർക്ക്ഷോപ്പിൽ സ്പെൻഡ് ചെയ്തതുകൊണ്ട്. അത് തന്നെയല്ല, നമ്മളെ അറിയാൻ വയ്യാത്തൊരു മനുഷ്യൻ നമുക്ക് വേണ്ടി ഇത്രയും സമയം ചിലവഴിക്കുകയും വർക്ക്ഷോപ്പ് കാണിച്ചവരൊക്കെ ചെയ്തില്ല. ആ നന്ദി സൂചി. അപ്പം പുള്ളിക്ക് തിരിച്ച് മെയിൻ റോഡിലേക്ക് എത്താൻ അറിയില്ലായിരുന്നു. ഞാൻ തിരിച്ച് അദ്ദേഹത്തെ മെയിൻ റോഡിൽ കൊണ്ടുവിട്ട് ഇനി നേരെ പോയാൽ മതി, നിങ്ങൾക്ക് തിരിച്ച് വാപ്പിയിലെത്താമെന്ന് പറയും. അങ്ങനെ ആ വണ്ടിയുമായി ഞാൻ വന്നു. ഇവിടെ വന്ന് വണ്ടിയിൽ അമ്പലത്തിൽ പോവുക, ഫ്രണ്ട്സുമായിട്ട് പാർക്കുകളിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. പക്ഷേ നമ്മളെവിടെയെങ്കിലും പോകാൻ ഒരുങ്ങുമ്പം 2-3 പേര് കയറി വണ്ടിയെ ചാടി കയറും. അങ്ങനെ ആയപ്പോൾ എനിക്ക് നെഞ്ചു പൊട്ടി. കാരണം നമ്മൾ എന്ത് കഷ്ടപ്പെട്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട എൻ്റെ സ്വന്തം അധ്വാനത്തിൽ വാങ്ങിയ വണ്ടിയാണ് അത്. അപ്പോൾ എനിക്ക് അതിൻ്റെ 3 പേരൊക്കെ കയറുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടു. ഇത്രയും ഭാരം എൻ്റെ വണ്ടി വലിച്ച് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമെന്ന്. അപ്പം അവസാനം ഇവരെവിടെയെങ്കിലും പോകുമ്പോൾ ആ വണ്ടി ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി. ഒരു പശുവിനെ കൊണ്ടിട്ടിടിച്ച് വണ്ടിയുടെ ഫ്രണ്ടിലെ ഫൈബറെല്ലാം പൊട്ടിപ്പോയി. എനിക്കതൊക്കെ ഇങ്ങ് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. പക്ഷെ ഞാൻ ആരോടും അവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും പറയത്തില്ല. നമുക്ക് നഷ്ടങ്ങളാണെങ്കിൽ പോലും തരത്തില്ലെന്നൊന്നും പറയും. അപ്പം തരത്തില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കട്ടാവുമല്ലോ എന്ന് പേടിച്ചപ്പം ഞാൻ വിചാരിച്ചു ഇതങ്ങ് തിരികെ കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഞാൻ വാപ്പി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി കൊണ്ടുപോകണം, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് ചോദിച്ചാൽ പറഞ്ഞു വണ്ടി കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. ഞാൻ ചോദിച്ചു അപ്പോൾ ഈ ഇരിക്കുന്ന വണ്ടികളോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊക്കെ എപ്പോഴെങ്കിലും കൊണ്ടുപോകുന്നത്, നിങ്ങൾ പോകുന്ന വണ്ടിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ ശരി വേണ്ട, ഏത് ദിവസത്തേക്ക് പറ്റുമെന്ന് ചോദിച്ചു. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു വണ്ടി കൊണ്ടുപോകുന്നത് എത്ര രൂപയാണ് ഫീ? 3500 രൂപ എല്ലാം കൂടെ. ഞാൻ പറഞ്ഞു ശരി തരാം, നിങ്ങൾക്ക് എന്ന് കൊണ്ടുവരാൻ പറ്റും, 10 ദിവസം അല്ലെ 20 ദിവസത്തിനുള്ളിൽ വരുമോ? അതൊന്നും പറയാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഈ വണ്ടി കേരളത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഇന്നപ്പം കൊണ്ടുവരാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇന്നപ്പം ഇത് പറ്റത്തില്ലെന്നോ ഒന്നും അവരെന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പോകുന്ന ട്രെയിനിൽ കൊണ്ടുപോകാമെങ്കിൽ സ്ഥലമുണ്ടോ എന്ന് നോക്കി കൊണ്ടുപോകാമെന്നുള്ള ഇതിലാണ് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. നിങ്ങൾ അതും പറയുന്നില്ല, ഇന്ന് കയറ്റി വിടാമെന്നും പറയുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളെ കേരളത്തിൽ നിന്നൊന്നും ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരുത്തില്ല, നിങ്ങളുടെ വണ്ടിയും കുറേ സാധനങ്ങളും നിങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടുന്ന് അങ്ങനെയല്ല, നിങ്ങൾ കഴിക്കുന്ന സാധനങ്ങളും എല്ലാം ഇവിടുന്ന് അങ്ങോട്ട് വരിക. അപ്പം ഇവിടുന്ന് ട്രെയിൻ നിറഞ്ഞ് തന്നെ അങ്ങോട്ട് വരുന്നത്.
നിങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ടല്ലേ ജീവിക്കുന്നതൊക്കെ ഒരു കൊച്ചാക്കുന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതിലും ശകലമൊക്കെ സത്യമുണ്ടെന്ന് എനിക്കും തോന്നി കേട്ടോ. എങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്, എനിക്ക് വണ്ടി നാട്ടിലേക്ക് കൊണ്ടുപോകണം, അത് നിങ്ങൾ എക്സ്പോർട്ടിങ് കമ്പനിയെ സമീപിക്കാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിവിടെ എക്സ്പോർട്ടിങ് കമ്പനികളൊന്നും അറിയത്തില്ല. അപ്പോൾ പുള്ളി 2-3 എക്സ്പോർട്ടിങ് കമ്പനിയും വഴിയും പറഞ്ഞു തന്നു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയി, ഞങ്ങൾ പോയി. അപ്പം വണ്ടിക്കല്ല ഞങ്ങൾ പോയത്, ബസ്സിനാണ് പോയത് റെയിൽവേ സ്റ്റേഷൻ ഇത് അന്വേഷിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് ഓട്ടോ പിടിച്ചിട്ട് ഓട്ടോക്കാരനോട് എക്സ്പോർട്ടിങ് കമ്പനിയുടെ പേര് പറഞ്ഞു. പുള്ളി അവിടെ കൊണ്ടുപോയി വിട്ട് ഞാൻ കയറി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു 12,000 രൂപയാവും വണ്ടി കൊണ്ടുപോകുന്നതിന്, കേരളത്തിലോട്ട് കൊണ്ടുപോകുന്നതിന്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ 5,000 രൂപയ്ക്ക് കയറ്റിക്കൊണ്ട് വന്ന സാധനം 12,000 രൂപയാണ്. ഞങ്ങൾ വേറെ കമ്പനിയിൽ പോയി. അയാൾ പറഞ്ഞ് ഈ ഗവൺമെൻറ് റെയിൽവേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരെ വേറെ കമ്പനി, അങ്ങനെ 3-4 കമ്പനിക്ക് എറിയുമ്പോഴും 12ഉം 13 തന്നെ അവർ ഉറച്ച് നിൽക്കുകയാണ്. ഒരു ബാർഗെയിനിങ്ങിലൊന്നും അവർക്ക് മാറ്റമില്ല. അപ്പം എനിക്ക് തോന്നിയ ഒരു സംശയമാണ്, ഇതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഈ റെയിൽവേ സ്റ്റേഷനിലെ ജീവനക്കാരും ഈ എക്സ്പോർട്ടിങ് കമ്പനിയും തമ്മിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഉണ്ടോ എന്ന് എന്നിലൊരു സംശയം സ്വാഭാവികമായി ഉളവെടുത്തു. അപ്പം ഞാൻ അന്നേരം എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, അല്ലെങ്കിൽ പുള്ളി നമുക്ക് എക്സ്പോർട്ടിങ് കമ്പനിയെല്ലാം പറഞ്ഞു തരികയും ഇപ്പം നമ്മളിവിടെ വന്ന് വണ്ടി കയറ്റി വിടാമെങ്കിൽ ഇതിൻ്റെ ഒരു കമ്മീഷൻ പുള്ളിക്ക് കിട്ടും. അതായിരിക്കാം ഇതിൻ്റെ പിന്നിൽ ഈ ട്രെയിനെ കൊണ്ടുപോകാൻ പറ്റാത്ത 3,500 രൂപ കൊടുത്ത് നമ്മൾ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കയറ്റി വിടുമ്പോൾ അദ്ദേഹത്തിനൊന്നും കിട്ടില്ല. അതേ മനസ്സിലായോ? അപ്പം എക്സ്പോർട്ടിങ് കമ്പനി വഴിയാണ് എക്സ്പോർട്ടിങ് കമ്പനി ഇവർക്ക് എന്തെങ്കിലും ഇത് കൊടുക്കും, അതായിരിക്കാം എന്ന് തോന്നുന്നവർ ഇങ്ങനെ ശാഠ്യം പിടിച്ചു. ശരി, എനിക്ക് അത്രയും എമൗണ്ട് എടുത്ത് കൊണ്ടുവരാനുള്ള സാമ്പത്തികമില്ല. അതുകൊണ്ട് ഞാൻ വാപ്പിയിൽ നിന്നിട്ട് അവിടെ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു മലയാളി ചേട്ടനെ കണ്ട അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാസിക് റോഡിലൊരു മലയാളി എക്സ്പോർട്ടിങ് കമ്പനി നടത്തുന്നുണ്ട്, ഞാൻ ചോദിച്ച നമ്പറുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല, പുള്ളി തുണിയാണ് കയറ്റി അയക്കുന്നത്, വേറൊന്നും അല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നമ്പറില്ല, അദ്ദേഹത്തെ അറിയാമെന്ന് വേറൊരാളുടെ നമ്പർ തരാമെന്ന് പറഞ്ഞു. വേറൊരാളുടെ നമ്പർ തന്നു. അപ്പോൾ ആ നമ്പറിൽ ഞാൻ ഈ എക്സ്പോർട്ടിങ് കമ്പനി നടത്തുന്ന അദ്ദേഹത്തിലെ വിളിച്ചു. രവീന്ദ്രൻ നായർ എന്ന് പേരുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് വല്ല പലചരക്ക് സാധനമോ വല്ലതും ആണെങ്കിൽ കൊണ്ടുപോകാം, അല്ലെ തുണിയോ മറ്റെന്തെങ്കിലും അലമാരയോ ഒക്കെ ആണെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എനിക്ക് വണ്ടിയാണ് ചേട്ടാ കൊണ്ടുപോകുന്ന, ഒരു ഉപകാരം ചെയ്യണം ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ശരി നിങ്ങൾ കൊണ്ടുപോകാം, എന്നാ പോകുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നാളെ കയറ്റി വിട്ടാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അന്നത്തെ ദിവസം തിരിച്ചു പോയി. വണ്ടി എടുത്തുകൊണ്ട് പറഞ്ഞു ഈ കടന്നെല്ലാം ഓട്ടോയ്ക്കാണ്. പിറ്റേ ദിവസം പോയി പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് നിങ്ങൾ ഈ നമ്പർ എനിക്ക് വാട്സപ്പ് ഇതിനകത്ത് നിങ്ങളുടെ ആധാറും RC ബുക്കും എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ ആധാറും RC ബുക്കും അയച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരന് എനിക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നു അയാളുടെ എക്സ്പോർട്ടിങ് കമ്പനിയുടെ. പിറ്റേ ദിവസം രാവിലെ ഞാനും എൻ്റെ ഫ്രണ്ടോട് എണ്ണീറ്റ് വണ്ടി ഓടിച്ച് ഞങ്ങൾ അവിടെ ചെന്നു. ഒരുപാട് ദൂരം പോകണം, ഓർത്തോണം, 1, 2, 40, 50 കിലോമീറ്റർ അല്ല പോകേണ്ടത്, അതിനപ്പുറത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ വെളുപ്പിനെ എണീറ്റ് പോയി സിൽവാസയെ എത്തി. സിൽവാസ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്, അവിടെ ഇറങ്ങി തൊഴുതിട്ട് ഇപ്പോൾ വെയിൽ കൊള്ളണ്ടാലോ എന്ന് വെച്ചാണ് ഈ നേരത്തെ പോയത്. ഞങ്ങളങ്ങനെ ചെന്ന് ആ എക്സ്പോർട്ടിങ് കമ്പനി അടുത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റി മീൻസ് എവിടെ അന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവിടെ ചെന്ന് അതങ്ങ് നിന്നു. പിന്നെ അവിടെ ചോദിച്ച് കണ്ടുപിടിച്ച് ഞങ്ങൾ എക്സ്പോർട്ടിങ് കമ്പനിയിലെത്തി. അവിടെ എല്ലാം കൂടെ 6,000 രൂപയായി. നമ്മുടെ കയറ്റിക്കൊണ്ട് പോകുന്നതിൻ്റെ എന്തൊക്കെയോ ഫീസ് എന്ന് പറഞ്ഞാൽ 6,000 രൂപ മേടിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് പെട്രോൾ ഊറ്റിത്തരണം, മിറർ ഊരി വണ്ടിക്കകത്ത് വെക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വണ്ടി കയറ്റി വിടുന്നതല്ലല്ലോ. അപ്പോൾ അവർ പെട്രോൾ ഊറ്റത്തില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കുപ്പിയും വയറും ഒക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഊറ്റി ആ പെട്രോൾ അവർക്ക് കൊടുത്ത് അതിനകത്ത് ഇച്ചിരി പെട്രോൾ കിടക്കുന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാതെ അങ്ങ് തുറന്ന് വെക്ക്, ആവിയായി പൊക്കോളൂന്നാണ്. അങ്ങനെ വണ്ടി തുറന്ന് വെച്ച് പോന്ന് പാക്ക് ചെയ്യാനൊരു ആൾ വെളിയിൽ നിന്ന് വരണം. അവിടെ വണ്ടി കൊണ്ടുപോകുന്നില്ല. അയാളെ വിളിച്ച് പറഞ്ഞ് അതൊന്ന് പാക്ക് ചെയ്യണേ. അപ്പോൾ അയാളുടെ ഫീസ് ഉൾപ്പെടെ നമ്മളിവിടെ അടച്ചേക്കുന്നത്. ഞാൻ ചോദിച്ചു സാർ എന്ന് വരും ഈ വണ്ടി കേരളത്തിലേക്കെന്ന് പറഞ്ഞാൽ 10 ദിവസത്തെ താമസം വരുമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പിറ്റേ ദിവസം വണ്ടി കയറി ഞാൻ കേരളത്തിലെത്തി. 9ാമത്തെ ദിവസം വണ്ടി കായംകുളത്തെത്തി. അപ്പോൾ കായംകുളത്തെത്തിയപ്പോൾ അവരെന്നെ വിളിച്ചു, വണ്ടി കായംകുളത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് കായംകുളത്തിന് കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷനും കിഴക്ക് വശത്തുള്ളൊരു എക്സ്പോർട്ടിങ് കമ്പനിയിലാണ് ഈ വണ്ടി വന്നത്. അപ്പം എൻ്റെ വണ്ടി ഇങ്ങോട്ട് കയറ്റി വിടാൻ നേരത്ത് ഹെൽമെറ്റ് എനിക്ക് വണ്ടിക്കകത്ത് വെക്കാൻ പറ്റിയില്ല, സ്പേസ് ഇല്ലായിരുന്നു. മിററൊക്കെ ഊരി വെച്ചപ്പോൾ ഹെൽമെറ്റ് ഊരി വെച്ച് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് അവിടെ ഇരുന്നൊരു സ്റ്റാഫിന് കൊടുത്ത് ആ ഊറ്റിയ പെട്രോളും 10-60 രൂപ മേലെ ഉണ്ടായിരുന്നു, അതും അവിടെ ഇരുന്ന് സ്റ്റാഫിന് കൊടുത്ത് വെച്ചായിരുന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വീടിൻ്റെ അപ്പുറം അമ്മാവന്മാരാണ് താമസിക്കുന്നത്. അവിടെ ചെന്ന് എൻ്റെ ഇളയ അമ്മാവൻ്റെ മൂത്ത മോനോട് പറഞ്ഞാൽ എന്നെ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് കൊണ്ടുപോകാൻ ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ വണ്ടി വന്നിരിപ്പുണ്ട്, റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്താണ് വന്നേക്കുന്നതെന്ന്. ഞാൻ അതിനെന്താ വരാൻ പറഞ്ഞു. അങ്ങനെ അവൻ എന്നെയും കൊണ്ട് അപ്പുറത്ത് ഗായത്രിയുടെ
ഹെൽമെറ്റും മേടിച്ച് അവൻ എന്നെയും കൊണ്ട് ഈ എക്സ്പോർട്ടിങ് കമ്പനിയിൽ പോയി ഈ വണ്ടി അവിടെ അന്നേരം ഒരു 395 രൂപ അങ്ങോട്ട് ഫീസ് അടയ്ക്കണമെന്ന്. ആ 395 രൂപ ഫീസൊക്കെ അടച്ച് ആ വണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേരളമാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമുക്ക് എന്തൊരാവശ്യവുമായി ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സമീപിച്ചാലും അവർ എന്തെങ്കിലും ഉദാസീനത കാണിച്ചാൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് അവർ സാധിച്ചു തരും. അല്ലെങ്കിൽ നമുക്ക് ചെയ്തില്ല നമ്മളത് വാർത്തയാക്കി ന്യൂസാക്കി അവർക്ക് സസ്പെൻഷൻ മേടിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ ചെന്ന് പറ്റില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകുന്ന ജനങ്ങളാണുള്ളത്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം കുറവാണ് ജനങ്ങൾക്ക്. ഇവരെന്ത് പറയുന്നു അത് വിശ്വസിക്കും. കേന്ദ്രഭരണ പ്രദേശമാണ്, പക്ഷേ ഇത് അവിടെ മുകളിലേക്ക് അറിയുന്നില്ല. ഇവിടെ നടക്കുന്ന അഴിമതികൾ മുകളിലേക്ക് എത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ ഭരണ സംവിധാനം കൊള്ളത്തില്ല എന്നല്ല, ഒരുപാട് പ്രിവിലേജുകളുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക്. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് കാണിക്കുന്ന കള്ളത്തരങ്ങൾ അറിയപ്പെടുന്നില്ല അവിടേക്ക്. അറിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടി എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അത് അറിയാത്തത് കൊണ്ടാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പം നിങ്ങൾ കേരളം വിട്ട് വണ്ടി കൊണ്ടുപോവുകയാണ്, ഗുജറാത്ത്, ബീഹാർ, മഹാരാഷ്ട്ര ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പം സുഗമമായി കൊണ്ടുപോകാൻ കഴിയും. തിരിച്ച് അതുപോലെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് സ്ത്രീകൾ കൊണ്ടുപോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ആണുങ്ങളാണെങ്കിൽ ഓൺ ദ റോഡ് നമുക്ക് വണ്ടി ഓടിച്ചിങ്ങി വരാം, സ്ത്രീകൾക്ക് അത് പറ്റില്ല. അതുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് കൊണ്ടുപോവുക കേട്ടോ. ബായ്.